ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ ബട്ടർ മുറുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും നല്ല കറുമുറാന്നുള്ള ബട്ടർ മുറുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല ഓപ്ഷണലാണ്, പൊട്ടുകടല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൊട്ടുകടല കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് ബട്ടർ മുറുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നല്ലതുപോലെ ഒട്ടും തന്നെ തരിയൊന്നുമില്ല, അത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണിലും കുറച്ചധികം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ മുറുക്കാണെന്ന് വിചാരിച്ചിട്ട് ബട്ടർ അധികം ചേർത്ത് കൊടുക്കരുത്, കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുറുക്ക് വല്ലാതെ അങ്ങ് സോഫ്റ്റായി പോകും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ്, അല്ലെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബട്ടർ ഒത്തിരി ചേർത്ത് കൊടുക്കരുത്. ബട്ടർ നമ്മൾ അധികം ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബട്ടർ മുറുക്ക് ഒത്തിരി സോഫ്റ്റായി പോകും. ഒന്ന് ക്രിസ്പി ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ബട്ടറിൻ്റെ അളവ് കുറച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ പച്ചവെള്ളം എടുക്കാൻ പാടില്ല. ഇളം ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. മാവ് ഒത്തിരി ടൈറ്റായി പോകാൻ പാടില്ല, അതുപോലെ ഒത്തിരി ലൂസായി പോകാൻ പാടില്ല. ഒത്തിരി ടൈറ്റായി പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. നമ്മൾ ബട്ടർ മുറുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഡോ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, അതിൽ ഞാനിവിടെ സ്റ്റാർ ഷേപ്പിലുള്ള അച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. സേവനാഴിയുടെ അകത്ത് ഓയിലൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല, ഇല്ലാതെ തന്നെ നല്ലതുപോലെ നമുക്കിതിങ്ങനെ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനായിട്ട് ആദ്യം കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് മീൻസ് പാകത്തിന് ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഇതിലോട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിക്കൽ നമുക്ക് ട്രഡീഷണലായിട്ട് ആ ഒരു മുറുക്കിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കളർ പെട്ടെന്ന് ചേഞ്ച് ആയിപ്പോവും. ബട്ടർ മുറുക്കിന് ഒരു വൈറ്റ് കളറാണല്ലോ, ആ കളർ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ട് നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ പുറം ഭാഗം വളരെ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയിട്ട് ഉള്ളിൽ ശരിക്ക് വേവാതെ വരും. ഇതിപ്പോൾ ഞാനിങ്ങനെ വട്ടത്തിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പൊട്ടിച്ചെടുത്താലും മതി. ഇതാവുമ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാവുമ്പോൾ ആർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ മുറുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. കടയിൽ നിന്നൊന്നും പോയിട്ട് വാങ്ങിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ബട്ടർ മുറുക്കായതുകൊണ്ട് തന്നെ ഒട്ടും എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ചും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, നമ്മൾ സാധാരണ വട്ടത്തിലാണ് ഞാനിതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കിട്ടുന്ന സമയത്ത് ഇതിങ്ങനെ പൊടിഞ്ഞ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കൈ കൊണ്ട് ഒന്നുകൂടി വേണമെങ്കിൽ ഇത് ചെറുതാക്കി കൊടുക്കാം. അപ്പോൾ എത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ മുറുക്കാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യം 1 ടേബിൾ സ്പൂണിനെക്കാട്ട് കുറച്ചുകൂടി ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് അധികം ക്രിസ്പി അല്ല, ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബട്ടർ മുറുക്ക് അങ്ങനെ തന്നെയാണല്ലോ, എന്ന് വെച്ചിട്ട് ഒത്തിരി ബട്ടർ ചേർക്കണ്ട, അപ്പോൾ വല്ലാതെ അങ്ങ് സോഫ്റ്റായി പോകും. ആ ഒരു മുറുക്ക് തിന്നുന്നൊരു ഫീല് കിട്ടില്ല. അങ്ങനെ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അത് വേറെ പ്ലേറ്റിലുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്രയും അധികം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് പൊട്ടുകടലയും മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ കടലമാവ് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടലമാവ് ചേർക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.